കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. മാന്യ ജ്യോതിഷ വിശ്വാസികൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തെക്കുറിച്ച് പറയുമ്പോൾ വാസ്തുവിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നതായിട്ടുള്ളൊരു വിഷയമാണ് കന്നിമൂല. കന്നിമൂലയ്ക്ക് എന്താണ് ദോഷം? കന്നിമൂലയ്ക്ക് എന്താണ് സാറേ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് ദോഷം ഉണ്ടാകുന്നത്? കന്നിമൂല പൊളിച്ച് കളയണോ? അല്ലെ കന്നിമൂലയിലുള്ള കിണർ എന്ത് ചെയ്യണം? അല്ലെ കന്നിമൂലയിലുള്ള ബെഡ്റൂം എന്ത് ചെയ്യണം? കന്നിമൂല നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ദോഷങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ പല ആൾക്കാരുടെയും സംശയമാണ്. ആദ്യം കന്നിമൂല എവിടാന്ന് കൃത്യമാക്കണം. അതാണ് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള വിഷയം. നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക് ഭാഗം. ആ കിഴക്ക് ഭാഗത്തിൻ്റെ തൊട്ടു പുറവശമാണ് പടിഞ്ഞാറ്. അതിൻ്റെ വലതേ ഭാഗം തെക്ക് ഭാഗം, അതിൻ്റെ ഇടതേ ഭാഗം വടക്ക് ഭാഗം. ഇങ്ങനെയാണ് നമ്മൾ ദിക്കുകൾ സംബന്ധിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് ഇങ്ങനെ നേരെയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടു പുറവ് ഭാഗം പടിഞ്ഞാറ് ഭാഗം. ആ പടിഞ്ഞാറിൻ്റെ തെക്ക് മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. കന്നിമൂല പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭാഗമാണ്. കന്നിമൂല ഇടുങ്ങിക്കിടക്കണമെന്നാണ് സാധാരണ പറയുന്നത്. കാര്യം തെക്കു ഭാഗത്തു നിന്നും വടക്കോട്ടുമാണ് ഭൂമിയുടെ കാന്തിക ശക്തി ഏറ്റവും ബലം കൂടുന്നതെന്നും, എന്നാൽ തെക്കു ഭാഗത്തിന് ഭാരം കൂടിയിരുന്നെങ്കിൽ മാത്രമേ ആ കുടുംബത്തിലുള്ള ജീവജാലങ്ങൾക്കും ജീവികൾക്കും മനുഷ്യർക്ക് പോലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് പൂജാമുറി നമ്മുടെ വടക്ക് ഭാഗത്ത്. കിഴക്കൂന്ന് പടിഞ്ഞാട്ട് ദർശനമായിട്ട് നമ്മൾ ഫോട്ടോകൾ വെക്കുന്നതും, എന്നാൽ മരിച്ചുപോയവരുടെ ഫോട്ടോ പൂജാമുറിയിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല എന്നുമാണ് പറയപ്പെടുന്നത്. കാരണം അത് ദോഷമാണ്. മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല. കന്നിമൂല ഇടുങ്ങിക്കിടക്കുക. കന്നിമൂലയ്ക്ക് ഇപ്പം നമ്മളിപ്പം പറയത്തില്ലേ, ഗർഭഗൃഹം ഉണ്ടാക്കി അതിന് ഒരുപാട് യമവീതി, പിശാചവീതി, ദേവവീതി, ഇങ്ങനെ വീതികളുണ്ട്. അത് 64 ഖണ്ഡങ്ങളായിട്ടും ഒക്കെ തരംതിരിച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ വാസ്തു സംബന്ധമായിട്ട് അതെങ്ങോട്ടാണ്, ഏത് ദിക്കിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്, എവിടെയാണ് വെള്ളം കിട്ടാനുള്ള സാധ്യതാവസ്ഥയുള്ള, നമുക്ക് തെക്ക് ഭാഗം എന്തിനൊക്കെ കൊള്ളാം, തെക്ക് ഭാഗം ഇപ്പം ഞാൻ പറഞ്ഞ കന്നിമൂലയുടെ കാര്യമാണ്. നമ്മൾ തെക്ക് ഭാഗമൊക്കെ പോട്ടെ, ആ കന്നിമൂല ഇടുങ്ങിയ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ധനനഷ്ടം, കുബേരൻ്റെ ഭാഗം വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ ഭാഗമാണ്. ആ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ധനം വെച്ചിരുന്നാലാണ് ഏറ്റവും കൂടുതൽ ധനം ഐശ്വര്യം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ തെക്കൂന്ന് വടക്കോട്ട് ഡ്രോ വലിക്കുക, അല്ലെങ്കിൽ തെക്കൂന്ന് വടക്കോട്ട് ഭാഗം തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അലമാരി, മേശ ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് കുബേരൻ, അവിടെ ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതെന്നാണ് വാസ്തു സംബന്ധമായിട്ട് പറയുന്നത്. പക്ഷേ ചില വാസ്തു ആൾക്കാരൊക്കെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ പിടിച്ച് 4 മൂലയൊക്കെ അളന്നതിന് ശേഷം പടിഞ്ഞാറ് മൂല അങ്ങ് ഇടിച്ച് കളഞ്ഞേര് അവിടെ ഇങ്ങനെ ചെയ്തേരിക്കുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്താണ് വാസ്തു എന്ന് പറഞ്ഞാൽ? നല്ലതായിട്ടുള്ള സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും നമ്മുടെ ഭൂമിയിലാണ്, നമ്മുടെ ഗൃഹത്തിനുള്ളിൽ കയറണം. അവിടെ ശ്വസിക്കുന്നവർ ഓക്സിജൻ ശ്വസിക്കണം. അവിടുത്തെ അന്തരീക്ഷം പോസിറ്റീവ് എനർജി ഉള്ളതായിരിക്കണം. ഏതൊരു റൂമിൽ കയറിയാലും, നമ്മുടെ ബെഡ്റൂമിൽ കയറിയാലും, ഹാളിൽ വന്നാലും, അപ്സ്റ്റെയറിൽ കയറിയെന്ന് പറഞ്ഞാലും നമുക്കവിടെ ഒരു നമ്മൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങണമെന്ന് തോന്നുക, കുറച്ച് നേരം ഇരിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാകണമെന്ന് തോന്നുന്നു. അവിടെ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ആയിട്ട് തമാശം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അതാണ് ഒരു വാസ്തു. ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കത്തക്ക രീതിയാണ് വാസ്തു എന്ന് പറഞ്ഞ കണക്കാണ്. അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇടുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം. അതുപോലെ തന്നെ ഒരു കാരണവശാലും പടിഞ്ഞാറ് ഭാഗത്ത് വാതിൽ പാടില്ല. പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്ത് വാതിൽ വെച്ചിരിക്കണം. ഇല്ല എങ്കിൽ അതും പ്രശ്നമാണ്. കാര്യം പടിഞ്ഞാറ് ഭാഗത്തോട്ടുള്ള വാതില്, പടിഞ്ഞാറ് ഭാഗത്തെ കിണർ, ഇതൊക്കെ ദോഷം ചെയ്യുമെന്നാണ് പറയപ്പെടുക. കാരണം ദോഷം ചെയ്യുമെന്നല്ല, പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുണ്ടെങ്കിൽ അവിടെ പൈസ ഇരിക്കില്ല, ധനം നഷ്ടപ്പെട്ടു പോകും, എത്ര കൊണ്ടുവന്നാലും ഇരിക്കില്ല എന്നാണ് പറയപ്പെടുക. അപ്പം തെക്കിനി ഉണ്ടെങ്കിൽ കിഴക്കിനി ഉണ്ടാകണം, കിഴക്കിനി ഉണ്ടെങ്കിൽ പടിഞ്ഞാറ്റിനി ഉണ്ടാകണം. ഇതിനൊക്കെ കണക്കുകളുണ്ട്. അപ്പോൾ ഓരോ ഭൂമിക്കും ഓരോ കണക്കാണ്. അതിന് സമയദിനമാണെങ്കിൽ അങ്ങനെ, ദീർഘസമയദിനമാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് കണക്ക് നോക്കി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുമ്മാ
ചുമ്മാതെ പറയുന്ന പോലെ കുറേ എന്തോ ഇടിച്ചു കളയുക, അവിടെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മതിൽ പണിയുക, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി പണിയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ ബന്ധപ്പെടുത്താൻ, അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള വേദം ഉണ്ടാകണം, അല്ലെങ്കിൽ മരണച്ചുറ്റുണ്ടാകണം, അല്ലെങ്കിൽ പിശാച വീതിയിൽ വല്ലതും ആയിരിക്കണം, അല്ലെങ്കിൽ യമവീതിയിലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ അവിടുത്തെ അന്തരീക്ഷം നോക്കുക, മറ്റുള്ള ഗൃഹങ്ങളുടെ തണൽ വീഴാതെ നോക്കുക, ഉത്തമമായിട്ടുള്ള ഭൂമിയാണോ എന്ന് നോക്കുക, പരന്ന പ്രദേശമാണോ എന്ന് നോക്കുക, പിന്നെ കിഴക്ക് വടക്ക് ഭാഗത്ത് വെള്ളം കിട്ടുന്നതാണോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള നോക്കിയതിന് ശേഷം ആ ദിക്കുകൾ നമ്മൾ അളന്നെടുത്ത് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചാൽ, അതിനെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ വാസ്തു സംബന്ധമായിട്ട് കൂടുതലായിട്ടെങ്കിലും ഇടിക്കേണ്ടി വരുമോ പൊളിക്കേണ്ടി വരുമോ ഒന്നും ചെയ്യത്തില്ല. അത് തന്നെയല്ല, പച്ചിപ്പ് ഏറ്റവും കൂടുതൽ വേണ്ടിയത് പടിഞ്ഞാറ് ഭാഗത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചിപ്പ്. അതുപോലെ കിഴക്ക് പിന്നെ തെക്ക് ഭാഗത്തായിട്ടാണ് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടത്. നല്ല നല്ല വൃക്ഷങ്ങളൊക്കെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് വെച്ചുപിടിപ്പിക്കണം. നല്ല ഉശിരുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഉശിരുള്ള വിഷയത്തിൽ അഗ്നികോണാണ്. അഗ്നികൊണ്ടുള്ള ഭയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കിഴക്ക് തെക്ക് ഭാഗത്ത് നല്ല വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുപിടിക്കുക. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ഇടുങ്ങിയ ഭാഗം, കന്നിമൂല ഭാഗത്ത് പൂജാമുറി മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും നല്ല വടക്ക് പടിഞ്ഞാറത്തെ മൂലയാണ്. കാര്യം ബുദ്ധി വളരാനും ബുദ്ധിക്ക് ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പിന്നെ പഠനമുറി അല്ലെങ്കിൽ സ്റ്റഡി റൂം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പക്ഷേങ്കിൽ പടിഞ്ഞാറ് ഭാഗം ഏറ്റവും കൂടുതൽ കന്നിമൂല നമ്മൾ ഏറ്റവും ശുദ്ധമായിട്ട് ഇടേണ്ടതായിട്ടുള്ള ഭാഗമാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്, പച്ചിപ്പുകളിൽ പച്ച ഇലകൾ വരുന്ന, കായ്ഫലമില്ലാത്ത പച്ച ഇലകൾ മാത്രം കിളുത്തു വരുന്ന, അതിൻ്റെ പച്ചിപ്പ് കൂടുതൽ ഒരു പൂച്ചട്ടി അതിൽ വെച്ചാൽ മതി. ഇപ്പോൾ കന്നിമൂല ഭാഗത്തൊരു പിന്നെ എന്താ പറയുക, ഒരു ബാത്റൂം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ പരിധി നിർണ്ണയിക്ക് കെട്ടി വൃത്തിയാക്കിയതിന് ശേഷം, അതിൻ്റെ കണക്ക് നോക്കിയതിന് ശേഷം നല്ല പച്ചിപ്പുള്ള 2-3-4 പൂച്ചെടി വെച്ച് കഴിയുമ്പോൾ അവിടുത്തെ ദോഷം മാറും. അവിടുന്ന് പൈസയൊന്നും ഇറങ്ങിപ്പോകത്തില്ല. അവിടെ നല്ലതേ ഉണ്ടാകത്തുള്ളൂ, ഒരു മോശം ഉണ്ടാകത്തില്ല. അപ്പം ചില ആൾക്കാർ വന്നിട്ട് അത് മൊത്തം ഇടിച്ചു കളയേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനെല്ലാം പരിഹാരമുണ്ട് ഇല്ലേ? നമുക്ക് ഓടിട്ട വീടും വാർത്ത വീടും ആസ്പെറ്റോസ് ഇട്ട വീടും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ചില ആൾക്കാർ വരുമ്പോൾ വാർക്കാൻ പറയും. പൈസയ്ക്ക് അതീതമായിട്ട് കടമെടുത്ത് വാർക്കേണ്ടി വരും. അപ്പം 100 രൂപ ഉള്ളതിനെ കൊണ്ട് വാർപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ല. അപ്പോൾ ആ 100 രൂപ ഉള്ളവന് ചിലപ്പോൾ ആസ്പെറ്റോസ് ഇടാൻ പറ്റും, അതും നനയാതെ കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണികൾക്ക് ആസ്പെറ്റോസ് ഇച്ചിരി മോശമാണ്, അതും കാശ് കുറവുള്ളവന് നമുക്ക് ഓടിടാം. ഇതാണ് പരിഹാരങ്ങൾ വരുന്നത്. അപ്പം വലിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് എന്താ പറയുക, പിന്നെ വാർക്കേണ്ടി വരും. അല്ലാത്തവർ വരുമ്പോഴത്തേക്ക് ആസ്പെറ്റോസ് ഇടേണ്ടി വരും. എല്ലാം ഒരുപോലെ തന്നെ. ഇതിനെ എല്ലാത്തിനുമുള്ള പരിഹാരം ഇത് തന്നെ. അത് കൂട്ടിയും കുറച്ച് ഇന്നാൾ ഞാനൊരു പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ഒരു പൂജയ്ക്കൊക്കെ 1.5 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് പൂജാ സാധനം ഒന്നുമില്ല, കൂടി വന്ന 10 ഇത്ര പൈസയ്ക്ക് മേടിക്കാവുന്ന പൂജാ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സുദർശനവും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ജപിക്കാറില്ല. ജപമില്ല. 3.5 മണിക്കൂർ 4 മണിക്കൂർ 6000 സംഖ്യ 7000 സംഖ്യ എന്ന് പറഞ്ഞാൽ ജപിക്കത്തില്ല. ചുമ്മാ ഒരു ഷോ പോലെ കാണിച്ചിട്ട് പോകുക. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നൊരു വിഷയം അല്ല. കന്നിമൂലയ്ക്ക് ഒതുക്കവും കന്നിമൂലയ്ക്ക് നല്ല നല്ല പച്ചിപ്പും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും, കന്നിമൂലയ്ക്ക് നല്ലൊരു പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ നിന്ന് പടിഞ്ഞാട്ടുനിന്ന് കിഴക്കോട്ട് ഫോട്ടോകൾ വെക്കുക. അതുപോലെ ക്രൂരമുള്ള ഫോട്ടോകൾ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം ഭദ്രകാളി ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള, അതുപോലെ ആയുധ വിഭൂഷണങ്ങൾ, ആയുധങ്ങൾ, ചില വാള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെക്കാതിരിക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ക്ഷേത്രത്തിലോ അല്ല ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള പരിപാവനമായിട്ടിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു മുറിക്കകത്ത് മാത്രമേ ചില കുടുംബക്കാർ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അതേ പൗത്രതയോടുകൂടി വിളക്ക് കത്തിച്ച് എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് സൂക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. പടിഞ്ഞാറ് ഭാഗത്ത് അതുപോലെ കൂടുതലായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. പടിഞ്ഞാറ് ശുദ്ധമാക്കിയിടണം, നല്ല ശുദ്ധമായിരിക്കണം, വൃത്തിയായിരിക്കണം. അതുപോലെ ഇതുപോലുള്ള ചെറിയ സംഭവങ്ങൾ വന്നാൽ ചുമ്മാ ഇടിച്ചൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. അത് കണക്ക് നോക്കിയതിന് ശേഷം ഇപ്പോൾ 1 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ആകണമെങ്കിൽ 1 1 ആയെങ്കിലല്ല, പക്ഷേ 1.5 ആയിപ്പോയാൽ എന്ത് ചെയ്യും? അര മാത്രം കളഞ്ഞാൽ പോരെ? അതോ 1.5 മൊത്തം കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 1 1 കൂടെ കൂടി 2 ആക്കുക. അപ്പോൾ ഒരു ലേശം നഷ്ടങ്ങളെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കന്നിമൂല ഏറ്റവും ഉത്തമമുള്ള ഭാഗമാണ്. കന്നിമൂലയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഉപാസനകൾ ചെയ്യുന്നത് നല്ലതാണ്. ഇതെല്ലാം പ്രാർത്ഥന, വായന, മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നത് കന്നിമൂല ഏറ്റവും ഉത്തമമാണ്. അതുകൊണ്ട് കന്നിമൂല മറ്റു രീതിയിലുള്ള ദോഷങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാക്കി തരുന്നതല്ല. അതുകൊണ്ട് ഭയമൊന്നും വേണ്ട. ഈ വാസ്തുവിനെ കുറിച്ച് ഇവിടെ നിർത്തിക്കൊണ്ട് നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.